ബാഡ് ഹാബിറ്റ്സ് ഒന്നും തന്നെ ഇല്ലാത്തവർക്ക് പോലും ക്യാൻസർ കാണപ്പെടുന്നുണ്ട്. ഒരു വീട്ടിൽ ഒന്നല്ലെങ്കിൽ അതിലധികം ആളുകൾക്ക് ക്യാൻസർ ഹിസ്റ്ററി ഉള്ള ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാൻസർ വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, ഇതിന് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ആമിന, നിരാല നാച്ചുറൽ ക്യൂർ സെന്ററിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ക്യാൻസർ കണ്ടീഷനെ കുറിച്ച് ഒരുപാട് അവയർനെസ് ഉള്ള കാലം തന്നെയാണിത്. അതുപോലെ തന്നെ ഒരുപാട് എഡ്യൂക്കേഷനും ഇതിനെക്കുറിച്ച് കൊടുക്കുന്നുണ്ട്, അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉള്ള വീടെന്ന് പറയുമ്പോൾ അവിടുത്തെ ഓരോ വ്യക്തികളും മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കണ്ടീഷനാണ്. അവരുടെ അവസ്ഥ കാണുമ്പോഴായാലും എപ്പോഴും പറയുന്നൊരു കാര്യമാണിത്, ലൈഫ് ത്രെട്ടനിങ് ആണ് എന്നുള്ളത്. ഇന്ന് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ കേസും ഒരുപാട് കേസുകളും ക്യാൻസർ വന്നിട്ടുള്ള കേസുകൾ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള മ്യൂട്ടേറ്റഡ് കേസ് മാത്രമാണ് ജീവഹാനിയൊക്കെ സംഭവിച്ചു വരുന്നത്. ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഹെൽത്തിൻ്റെ ആസ്പെക്റ്റുകളിൽ ചില ആസ്പെക്റ്റുകളിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം ഫിസിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ അവരുടെ ബോഡി ഓൾറെഡി ഫൈറ്റിംഗ് ആണ്. ഫിനാൻഷ്യലി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് മെൻ്റൽ ആ ഒരു ആസ്പെക്റ്റ് നമുക്ക് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇത് അവരുടെ ജീവിതത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും അവരുടെ ലൈഫ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഫിസിക്കൽ ആസ്പെക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവരുടെ ഫുഡിനകത്ത് വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ കൃത്യമായിട്ടുള്ള അളവിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഒരു കാര്യം, ഇവർ കീമോതെറാപ്പി ഒക്കെ എടുക്കുന്ന സമയമാണെങ്കിൽ ഉറപ്പായിട്ടും ഡയറ്റിന് വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ കഴിയില്ല. പോസ്റ്റും അതുപോലെ തന്നെ പ്രീയും ആയിട്ടായിരിക്കും ഇവർക്കൊരു കെയർ കൊടുക്കാനായിട്ട് കഴിയുന്നത്. ഡ്യൂറിങ് ദ കീമോതെറാപ്പി, ഡ്യൂറിങ് ദ ട്രീറ്റ്മെൻറ്റ് ഒരുപാടൊന്നും നമുക്ക് പരീക്ഷണങ്ങൾ നടത്താൻ കഴിയില്ല. പല കണ്ടൻറ്റും ബോഡിയിൽ കൂടി വരുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഡയറ്റ് കൂടി ചെയ്യുകയാണെങ്കിൽ അവർക്കത് താങ്ങാൻ പറ്റില്ല. അവർക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. വിൽപ്പവരൊക്കെ ഉള്ള ചില ആളുകൾ ചെയ്യാറുണ്ട്. പക്ഷേ പല കണ്ടൻറ്റും ശരീരത്തിൽ കൂടി വരാനായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഡോക്ടേഴ്സ് തന്നെ പറയും നോർമലായിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ളത്. ഉറപ്പായിട്ടും പോസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, പോസ്റ്റ് ക്യാൻസർ തെറാപ്പി ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ നല്ല ഒരു ആരോഗ്യം തരാനും പിന്നീടുള്ള ജീവിതം കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനും കൂടുതൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് നല്ല ആരോഗ്യം കിട്ടാനും ഒക്കെ ആ ഒരു തെറാപ്പി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ശരീരം ക്യാൻസർ സെൽസുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ബോഡി കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതിലൊരു 9 എണ്ണം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്ന് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന വെയിറ്റ് ലോസ് ആണ്. ഈ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ്, ആർക്കായാലും ഒരു വെയിറ്റ് ലോസ് പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട്. അത് ഹൈപ്പോതൈറോയിഡിസം അല്ല, നിങ്ങൾക്ക് വൈറ്റമിൻസിൻ്റെ ഒന്നും കുറവ് വന്നതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു ഒരു ഡോക്ടറിനെ കണ്ട് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് വെയിറ്റ് ലോസ് വരുന്നുണ്ട് എന്ന് ഒന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടിക്കടി എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അവർ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, അവർക്ക് ശ്വാസം മുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എപ്പോഴും ചുമ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ പോയി കാണുക എന്നുള്ളതാണ്. കഴലകളിൽ വീർമത, ഈ ഒരു കഴലകൾ വീർത്തിരിക്കുന്നുണ്ട്, ഈ ഒരു നീരിറക്കമൊന്നും അല്ല, അല്ലെങ്കിൽ തലയിൽ പെയിൻ ഒന്നും കൂടുതലുള്ള കണ്ടീഷനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ റീസൺ ഇല്ലാതെയാണ് കഴലകളിൽ വീർമത വന്നിരിക്കുന്നതെങ്കിൽ അതും ഡോക്ടറിനെ ഒന്ന് കാണിക്കുക. എപ്പോഴും ക്ഷീണം, എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം, കിടക്കുമ്പോൾ ക്ഷീണം, അങ്ങനെ ഏത് സമയത്തും ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിലും നിങ്ങളൊന്ന് ഡോക്ടറിനെ കാണുക. അടിക്കടി പനി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിലും ഒരു പക്ഷേ നിങ്ങളുടെ ബോഡി ക്യാൻസർ സെൽസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം. ഇതൊരിക്കലും വീട്ടിൽ കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ പനി വരുന്ന ആ ഒരു അവസ്ഥയല്ല. എപ്പോഴും കുഞ്ഞു കുട്ടികൾക്ക് പെട്ടെന്ന് പനി വരാനും അത് കുഞ്ഞു കുട്ടികളുടെ വീട്ടിൽ എപ്പോഴും ഒരു പനി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, അല്ലാതെ ഈ ഒരു റീസൺ ഒന്നുമില്ലാതെ എപ്പോഴും പനി വരിക, വേറെ റീസൺ ഒന്നുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് പനി വരിക, അത്തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിലും ബോഡി ചിലപ്പം ക്യാൻസർ സെൽസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവാം. രാത്രി കാലങ്ങളിൽ ചൂട് കൂടുക, സ്വെറ്റിംഗ് കൂടുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബോഡി ഈ ഒരു ക്യാൻസർ ഫൈറ്റിംഗ് നടക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ബോഡിയിൽ അത്തരത്തിൽ ഹീറ്റ് കൂടി വരുന്നത്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് മുഴകൾ, തടിപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മുഴകൾ അല്ലെങ്കിൽ തടിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറിനെ കാണിക്കുക. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാൻസറിൻ്റെ ലക്ഷണമാണോ എന്നറിയാനായിട്ട്. മിക്കുള്ളതും അത് ബിനൈൻ തന്നെ ആയിരിക്കും. ഒരു ലിമിറ്റഡ് സ്ഥലത്ത് മാത്രമേ ആ ഒരു സെൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. എന്നിരുന്നാൽ കൂടി അത് അവിടെ തന്നെ ഇരുന്ന് അതത് പുറത്തേക്ക് വളരുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാതെ റിമൂവ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്.
അതുപോലെ തന്നെ മറുകുകൾ ഉള്ളത്, അത് ഇറഗുലറായിട്ട് വളർന്നു വരുന്നത് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ ഒരു ക്യാൻസറസ് ഗ്രോത്ത് ആയിരിക്കാം. അതിന് വളർച്ച കൂടുന്നുണ്ടെങ്കിൽ അതൊരു ക്യാൻസറസ് ഗ്രോത്ത് ആയിരിക്കും. അതുപോലെ തന്നെ ഒട്ടത്തിനായിരിക്കില്ല, അത് ഇറഗുലറായിട്ട് ഇങ്ങനെ വളർന്നു വരുന്ന മറുകുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കാണിക്കണം. അതുപോലെ തന്നെ വിശപ്പ് കുറയുന്നത്, സ്റ്റൂളിൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ മലത്തിൽ രക്തത്തിൻ്റെ അംശം കാണുന്നത്, ഇത്തരത്തിൽ അടിവയറ് വേദന വരുന്നത് എപ്പോഴും ഇത്തരത്തിൽ ഡേഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ മാത്രം. ഇപ്പോൾ ബ്ലഡ് കാണുമ്പോൾ ചിലപ്പോൾ പൈൽസിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് അടിക്കടി ബ്ലഡ് കാണുക, പൈൽസിൻ്റെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡോക്ടറിനെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ അടിവയറിലെ വേദന നിങ്ങൾക്ക് PCODയോ അല്ലെങ്കിൽ ഡിസ്മെനോറിയയോ അങ്ങനെ പീരീഡ്സ് ആവുന്ന സംബന്ധമായിട്ടുണ്ടാകുന്ന വേദനയോ അതൊന്നുമല്ല. ഈ ഒരു റീസണും അല്ലാതെ ഒരു അടിവയറ്റിലെ വേദന വരുന്നുണ്ട്, എപ്പോഴും വേദന വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ ക്യാൻസർ സെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീർമതയോ ആ ഒരു ഭാഗത്ത് ഉള്ളത് കൊണ്ടായിരിക്കും ആ ഒരു വേദന വരുന്നത്. അപ്പോൾ അതും ഒന്ന് ഡോക്ടറിനെ കാണിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുന്നേ ക്യാൻസർ വരുന്നതിന് മുന്നേ ബോഡി നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരാൾക്ക് ഇത്തരത്തിൽ ക്യാൻസറിൻ്റെ സിംറ്റംസ് വരുന്നു, ക്യാൻസർ വരുന്നു? കൂടുതലായിട്ടും ഏജൊക്കെ ആയി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് DNA വ്യത്യാസം വന്ന് മ്യൂട്ടേഷനൊക്കെ വന്നിട്ട് ഈ ഒരു ക്യാൻസറിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കത്തിക്കുന്നത്. ഇപ്പോൾ ജോലിപരമായിട്ടുള്ള, ഇപ്പോൾ ആസ്പെറ്റോസിൻ്റെ ഒക്കെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അത് മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അതിൻ്റെ സംബന്ധമായിട്ടുള്ള ക്യാൻസർ വരാറുണ്ട് ലങ്സിലൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഒരു 20% ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് ആയാലും ഇതുപോലെ പൊല്യൂഷൻസ് ആയാലും ഒക്കെ ഒരു 20% ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്നത് ഹെറിഡിറ്ററി ആയിട്ട് വീട്ടിൽ അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ വരാം. ഇല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന അമിതമായിട്ടുള്ള ഒരു ആഡഡ് ഷുഗറും അതുപോലെ തന്നെ pH കൂടുതലായിട്ട് ബോഡിയിൽ വരുന്ന സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുക. അതിപ്പോൾ എപ്പോഴായാലും ഭക്ഷണത്തിലൂടെ തന്നെ ആയിരിക്കും അല്ലേ pH കൂടുതലായിട്ടുള്ളത്. pH കൂടുതലായിട്ട് ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ആസിഡിക് നേച്ചർ ബോഡിയിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ സെൽസ് ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒരു ക്യാൻസർ വരാനുള്ളൊരു കാരണമാണ്. അതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഒക്കെ അടിക്കടി വരുന്നുണ്ടെങ്കിൽ ഓങ്കോജെൻസ് പെട്ടെന്ന് ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ക്യാൻസർ സെൽസ് ആക്റ്റീവ് ആവാതിരിക്കാനും അതുപോലെ തന്നെ ക്യാൻസർ പിടിപെടാതിരിക്കാനും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? കൂടുതലായിട്ടും ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ കോൺഷ്യസ് ആയിട്ട് നോക്കി കാണുന്നത്. അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും മുഴയുടെ ഇത് വന്നിട്ടുണ്ട്, തടിപ്പ് വന്നിട്ടുണ്ട്, അവർക്കൊക്കെ ഇതിന് കുറച്ച് കൺസേൺ കൂടുതലായിരിക്കും. ഉറപ്പായിട്ടും സെൽസ് നല്ല ആക്റ്റീവ് ആയിരിക്കാനും ഡീടോക്സിഫിക്കേഷൻ നടക്കാനും ബോഡിക്ക് ഒരു ബാലൻസ് ഉണ്ടാവാനും നല്ലൊരു വ്യായാമം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. അത് 5 അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വ്യായാമം ചെയ്യുക. അത് നിങ്ങൾക്ക് 30 1 മണിക്കൂറോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ വ്യായാമം നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. അടുത്തതായിട്ട് ആൻറ്റി ക്യാൻസറസ് ഫുഡ് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് പോലെ തന്നെയാണ് ആൻറ്റി ക്യാൻസറസ് ഫുഡ്. പക്ഷേ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ആൻറ്റി ക്യാൻസറസ് ഫുഡിൽ ഉറപ്പായിട്ടും നമ്മൾ ഒഴിവാക്കാനുള്ള കുറച്ചുണ്ട്. അതെന്ന് പറയുന്നത് ഈ ബേക്കറി ഫുഡ്സും റിഫൈൻഡ് ഷുഗറും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസും റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോറുമാണ്. അതായത് വെള്ള നിറത്തിലുള്ള തവിടെല്ലാം കളഞ്ഞിട്ടുള്ള അരി വർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എല്ലാം, പിന്നെ റിഫൈൻ ചെയ്ത് വരുന്ന പാം ഓയിൽ, ഇത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ, അത് ഏത് ഓയിലിൻ്റെ മുകളിൽ റിഫൈൻഡ് എന്ന് എഴുതിയിട്ടുണ്ടോ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ നമുക്ക് നാട്ടിലുള്ളതായതുകൊണ്ട് നമുക്കത് വിശ്വസിച്ച് മേടിക്കാം. അതിൽ തന്നെ അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് മേടിക്കാതിരിക്കുക. അത് ഏറ്റവും നല്ല രീതിയിൽ ഒറിജിനലായിട്ട് കിട്ടുന്ന ഓയിൽസ് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ആൻറ്റി ക്യാൻസറസ് ഫുഡിൽ രണ്ടാമത് വരുന്നത് വൈറ്റമിൻ സി ആണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. ലെമൺ എടുക്കാം, അതുപോലെ തന്നെ നെല്ലിക്കയുടെ ജ്യൂസ്, നെല്ലിക്ക ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു, എല്ലാ ദിവസവും നെല്ലിക്ക കഴിച്ചുകൊണ്ടിരിക്കേണ്ട. വീക്ക്ലി 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ നെല്ലിക്ക ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആവശ്യത്തിനുള്ള കണ്ടന്റ് അപ്പോഴത്തേക്കും വൈറ്റമിൻ സി ഒക്കെ ബൂസ്റ്റ് ആയിക്കോളും. സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഓറഞ്ച്, ആപ്പിള്, അങ്ങനെ സിട്രസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, മുന്തിരിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ശരീരത്തിനെ എപ്പോഴും ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയുള്ള
ഡീടോക്സിങ് പ്രോപ്പർട്ടി ഉള്ള ഭക്ഷണ വസ്തുക്കളായിട്ടുള്ള ബീട്രൂട്ട് അതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് മിൻറ്റ്, കുക്കുംബർ, പുതിനയില, കുക്കുംബർ, ഇഞ്ചി ഒക്കെ ഇത്തരത്തിൽ ആൻറ്റി ക്യാൻസറസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കഴിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു കുപ്പിക്കകത്ത് സൂക്ഷിച്ച് കുടിക്കാവുന്നതുമാണ്. ആൻറ്റി ക്യാൻസറസ് ഫുഡിൽ അടുത്തത് വരുന്നത് പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. നമ്മുടെ ശരീരത്തിനെ ഏറ്റവും ആരോഗ്യകരമാക്കി വെക്കുമ്പോഴേ അതിന് മറ്റുള്ള എന്തെങ്കിലും ഒരു ഫോറിൻ മാറ്റർ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല പ്രോട്ടീൻസ് ബോഡിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. നട്ട്സ് ആയാലും വാൾനട്ട്, ആൽമണ്ട്, നിലക്കടല, നിങ്ങൾക്ക് ഏതാണോ അഫോർഡ് ചെയ്ത് മേടിക്കാൻ പറ്റുന്നത് അത് മേടിക്കുക. അതുപോലെ തന്നെ അത്തിപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. വൈറ്റമിൻ ഡി ഒക്കെ ഒരുപാട് കൂടുതലുള്ള അത്തിപ്പഴം ഡെയിലി കഴിക്കുന്നത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കഴിക്കുന്നത് നിങ്ങൾക്ക് ക്യാൻസർ പ്രതിരോധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല പ്രോട്ടീനിൽ വരുന്നതാണ് പയറ്, കടല, കിനോവ ഒക്കെ നല്ല പ്രോട്ടീനിൽ വരുന്ന മഷ്റൂംസ്, പനീർ, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലീൻ മീറ്റ് ആയിട്ടുള്ള ചിക്കനും ഫിഷും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ല പ്രോട്ടീൻസ് ഉണ്ടാവാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത്തരം ധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് അതിനെ പൗഡറാക്കി വെച്ച് അതുകൊണ്ട് നിങ്ങൾക്ക് ദോശ, പുട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊറിഡ്ജ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതെല്ലാം തന്നെ ആൻറ്റി ക്യാൻസറസ് ഫുഡാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ആൽക്കലിക് നേച്ചറുള്ള ഫുഡ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു pH കൂടുതലാണെങ്കിൽ ക്യാൻസർ സെൽസ് ആക്റ്റീവ് ആവും എന്നുള്ളത്. അപ്പോൾ ആൽക്കലൈൻ നേച്ചറുള്ള കുമ്പളം, പടവലം, തടിയൻ, കുക്കുംബർ അതുപോലുള്ളവയൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ബോഡിയുടെ ഒരു ആൽക്കലിക് നേച്ചർ കീപ്പ് ചെയ്യാൻ പറ്റും. എവറി ഡേ ഒരു ഫ്രൂട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ബോഡിയുടെ ഒരു ആൽക്കലിക് നേച്ചർ കീപ്പ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ കുമ്പളം ജ്യൂസ് കുടിക്കുന്നത് ബോഡിക്ക് എപ്പോഴും വളരെ നല്ലതാണ്. ഡീടോക്സിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാർലരി തിളപ്പിച്ച വെള്ളം അത് ഡീടോക്സിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ക്ലീൻ ആക്കി ബോഡിയെ വെക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഒരു ആൽക്കലൈൻ നേച്ചറൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഇതെല്ലാം സഹായിക്കുന്നുണ്ട്. ലെമൺ ഹണി വാട്ടർ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ഹണിയും 1 അരമുറി നാരങ്ങയും കലക്കി എടുക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ വൈറ്റമിൻ സിയും അതുപോലെ തന്നെ മിനറൽസും ഒരു ആൽക്കലിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്കും ഒക്കെ ആയിട്ട് നമുക്കത് എടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ ആൻറ്റി ക്യാൻസറസ് ഫുഡിനകത്ത് ഈ ഒരു ലെമൺ ഹണി വാട്ടറും വരുന്നുണ്ട്. കൂടാതെ ഗ്രീൻ വെജിറ്റബിൾസിൻ്റെ ജ്യൂസുകൾ, അതായത് ലെറ്റ്യൂസ്, സ്പിനാച്ച് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഗ്രീൻ ജ്യൂസുകൾ ഇത്തരത്തിൽ ആൻറ്റി ക്യാൻസറസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൽമണ്ട് മിൽക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ടീ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ആൻറ്റി ക്യാൻസറസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ആൻറ്റി ക്യാൻസറസ് ഡയറ്റൊക്കെ പ്രിഫർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആൽക്കലൈൻ ടീസ് ട്രൈ ചെയ്യാവുന്നതാണ്. ഈസ്റ്റേൺ മെഡിസിനിൽ കൊറിയ, ജപ്പാൻ, ചൈന ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ടീകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഒന്ന് കെമോമൈൽ ടീ ആണ്. നമുക്കിവിടെ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ പെറ്റൽസ്. അപ്പോൾ കെമോമൈൽ ടീ നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ തരാനും ഡീടോക്സിഫിക്കേഷനും ആൽക്കലൈൻ നേച്ചർ കീപ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് സുലഭമായി കിട്ടുന്ന ജിഞ്ചർ, നമ്മുടെ ഇഞ്ചി തിളപ്പിച്ചുണ്ടാക്കുന്ന ആ ഒരു ടീ, അതായത് ആ ഒരു ഹെർബൽ ടീയും നമുക്ക് ഒരു ആൽക്കലൈൻ ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം. പെപ്പർ മിൻറ്റ് ടീ, മിൻറ്റും പെപ്പറും യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന തിളപ്പിച്ചുണ്ടാക്കുന്ന ആ ഒരു ഹെർബൽ ടീയും നമുക്കൊരു ആൽക്കലൈൻ നേച്ചർ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇരട്ടി മധുരം, നമ്മുടെ അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്ന ഇരട്ടി മധുരം തിളപ്പിച്ചുണ്ടാക്കുന്ന വെള്ളവും നമുക്കൊരു ആൽക്കലൈൻ നേച്ചർ കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗ്രീൻ ടീയും ഈ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് തരുന്നത്. അപ്പോൾ ഇത്രയും ഹെർബൽ ടീകൾ നിങ്ങൾക്ക് മാറി മാറി ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആൻറ്റി ക്യാൻസറസ് ഡയറ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആൽക്കലൈൻ ടീയും ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഉറപ്പായിട്ടും ഒരു ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ടാകുന്ന ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ബോഡിയിൽ ക്യാൻസറസ് ഗ്രോത്ത് അതൊരു ട്രിഗറായിട്ടും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻഫ്ലമേഷൻ ഇല്ലാതിരിക്കാൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കണ്ടൻസ് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അതിനകത്ത് വരുന്നതാണ് നമ്മുടെ കുർക്കുമിൻ, മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിൽ വിട്ടുമാറാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു കുർക്കുമിൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മാറിക്കിട്ടും. അലർജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു കുർക്കുമിൻ എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള ജിഞ്ചറോൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ഇഞ്ചി എടുക്കുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇഞ്ചി ചായയോ ഇഞ്ചി തേനിൽ ചാലിച്ചോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കറുത്ത ജീരകം, കരിഞ്ജീരകം അത് ഇതുപോലെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇൻഫ്ലമേഷൻസ്, അണുബാധകളൊക്കെ കുറച്ച് നീരൊക്കെ വലിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു കരിഞ്ജീരകം എന്ന് പറയുന്നത്. അപ്പോൾ കരിഞ്ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കരിഞ്ജീരകം തിളപ്പിച്ച വെള്ളമോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ അയമോദകവും നീര് വലിയാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ശരീരത്തെ ടോക്സിൻസ് മാറാനും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അയമോദകവും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഉറപ്പായിട്ടും ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇൻഫ്ലമേഷൻ ഉള്ളവർ എടുക്കേണ്ടതാണ്. അവരുടെ ഇൻഫ്ലമേഷൻസ് കുറയാനായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് വയറ് ശുദ്ധിയാക്കുന്നതിനെ കുറിച്ചാണ്. ഇത്തരത്തിൽ വയറ് ശുദ്ധിയായിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പലതരത്തിലുള്ള ടോക്സിൻസ് ശരീരത്തെ അടിയുന്നതിൽ നിന്നും അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള ക്യാൻസർ പിടിപെടുന്നതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാസത്തിൽ ഒരിക്കലോ 2 പ്രാവശ്യമോ എനിമ എടുക്കാം. ഇനി എനിമ എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ 6 months വൺസോ 1 ഇയറിൽ വൺസൊക്കെ ഒന്ന് കോളൻ തെറാപ്പി എടുക്കാം. ഇനി അതുമല്ല നിങ്ങൾക്ക് ഉള്ളിലേക്ക് എടുത്ത് ലാക്സേറ്റീവായിട്ട് ഇപ്പോൾ ആവണക്കെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വയറിലൊരു ലാക്സേറ്റീവ് കൊടുത്ത് ലൂസ് ടൂൾസ് ആക്കി വയറിനെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഹിബ് അത് ചെയ്യുന്നത് നല്ലതാണ്, ലൂസ് ടൂൾസ് ആവാനും അതുപോലെ തന്നെ വയറ്റിലെ ആക്ടിവിറ്റീസ്, കുടലുകളുടെ ആക്ടിവിറ്റീസ്, അവരുടെ പ്രവർത്തനം ഒക്കെ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് ഈ ഒരു ഹിബ് ബാത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അബ്ഡോമിനൽ പാക്സ്, അതായത് 4 മടക്കാക്കി തുണി വെറ്റ് ചെയ്ത് വയറ്റത്തിടുന്ന ആ ഒരു പ്രോസസ്സും ഇതേ സെയിം രീതിയിൽ വേറൊരു രീതിയിലൊരു എഫക്റ്റ് തരുന്നുണ്ട്. മറ്റേത് ഡിപ്പാണ്, വെള്ളത്തിനകത്ത് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഓർഗൻസ് ഒക്കെ ഒന്ന് ഹൈഡ്രേറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് ഒന്ന് ഹീറ്റൊക്കെ അബ്സോർബ് ആക്കി ഓർഗൻസിനെയൊക്കെ ഒന്ന് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു കോൾഡ് അബ്ഡോമിനൽ പാക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഫാസ്റ്റിംഗ് എടുക്കാനും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാനും ശ്രമിക്കുക. ഇത്തരത്തിൽ ഫാസ്റ്റിംഗ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ഫ്രൂട്ട് ഫാസ്റ്റിംഗ്, ജ്യൂസ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നതിലൂടെ വയറിൻ്റെ ഹെൽത്ത്, അതായത് നമ്മുടെ ദഹന വ്യവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയി തന്നെ ഇരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാസ് വരുന്ന പ്രശ്നം അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുന്നതിൻ്റെ പ്രശ്നം ഇതൊന്നും നിങ്ങൾക്കില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബോഡിയിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത്. അതായത് നമ്മുടെ കുടലിനകത്തുള്ള നല്ല ബാക്ടീരിയാസ് നല്ല അളവിലുണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റീസും നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. നമ്മുടെ സെല്ലിനേക്കാളും കൂടുതൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വേണം നമുക്ക്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നല്ല ബാക്ടീരിയാസ് ഇല്ലാത്ത സ്ഥിതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആ ഒരു ഇംബാലൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ മോശം ബാക്ടീരിയാസ് കൂടുതൽ വന്നിട്ട് നമുക്ക് മിനറൽസിൻ്റെയും വൈറ്റമിൻസിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസീസ് വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഡെഫിഷ്യൻ്റ് അല്ല എന്നും ഉറപ്പ് വരുത്തണം. നമ്മളിങ്ങനെ ആൻറ്റി ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കറക്റ്റ് അളവിലാണ് നമ്മുടെ ബോഡിയിലുള്ളതെന്ന് ഇടയ്ക്കൊന്ന് വിലയിരുത്തണം. വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ ഡി, ഇ എല്ലാം ഒരു നല്ല ക്വാണ്ടിറ്റി തന്നെ ആവശ്യത്തിനുള്ളത് എല്ലാം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. മിനറൽസ് ആയിട്ടുള്ള സിങ്ക്, മഗ്നീഷ്യം ഒക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെയൊക്കെ സപ്ലിമെൻറ്റ്സും അല്ലെങ്കിൽ ഇത് അടങ്ങിയിട്ടുള്ള ഫുഡും കഴിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇനി അവസാനമായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. നല്ല ഉറക്കം, ഒരു 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങിയാൽ മാത്രമേ ശരീരത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ഡാമേജ് ബോഡിക്ക് ഒന്ന് ഹീൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ഉറക്കവും അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്സും പ്രാക്ടീസ് ചെയ്യുക. സ്ട്രെസ്സ് ഒരുപാട് എടുക്കുന്നില്ല. സ്ട്രെസ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ട് നിങ്ങൾ സ്ട്രെസ് എടുക്കാനെങ്കിൽ ആ ഒരു കാരണം പരിഹരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു തെറാപ്പിയോ എടുത്തുകൊണ്ട് ആ ഒരു പ്രശ്നം മാറ്റുക എന്നുള്ളതാണ്. സ്ട്രെസ്സ് എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അതിനെ മാനേജ് ചെയ്യാൻ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതായി മാറും. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വലുതാക്കി ഈ സ്ട്രെസ്സിന് മാറ്റാൻ കഴിയും. അപ്പോൾ സ്ട്രെസ്സ്, ഉറക്കം, വെള്ളം ഇതും കൂടി നിങ്ങൾ നിയന്ത്രിക്കുക. ഈ ഒരു 8 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത ഒരുപാടേറെ തന്നെ നിങ്ങൾക്ക് കുറച്ച് നിർത്താം. അതിലൊന്ന് ആൽക്കലൈൻ നേച്ചർ ബോഡിക്ക് കീപ്പ് ചെയ്യുക. കുമ്പളം അങ്ങനെയുള്ളതൊക്കെ കഴിച്ചിട്ട് ആൻറ്റി ക്യാൻസറസ് ഡയറ്റ് എടുക്കുക, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുക്കുക, നല്ല പ്രോട്ടീൻ നല്ല അളവിൽ എടുക്കുക, അതുപോലെ തന്നെ വൈറ്റമിൻസ്, മിനറൽസിൻ്റെ ബാലൻസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക, എക്സസൈസ് ചെയ്യുക, ഗട്ടിൻ്റെ ആ ഒരു ബാലൻസ്, ഗട്ട് ബാലൻസ്, പ്രോബയോട്ടിക് കാര്യങ്ങളെല്ലാം ബാലൻസിലാണെന്ന് ഉറപ്പ് വരുത്തുക, നന്നായിട്ട് ഉറങ്ങുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത ഒരുപാടേറെ കുറച്ചെടുക്കാം. ഇനി കുറച്ച് ശീലങ്ങൾ, നമ്മൾ ചെയ്തു വരുന്ന കുറച്ച് ശീലങ്ങൾ നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചായയും എന്തെങ്കിലുമൊക്കെ ബേക്കറി ഐറ്റംസും കഴിക്കുന്ന ശീലം പണ്ടേ തുടർന്ന് വരുന്ന കുറേ ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഈ ചായ കഴിക്കുന്ന സമയത്ത് ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു കേക്ക് ഒക്കെ കഴിച്ച് ശീലിച്ചു പോയവരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രാവിലെ തന്നെ ഇത് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് ഡയറക്റ്റ് നമ്മളെ കുടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണുള്ളത്. അപ്പോൾ ഈ എന്തൊക്കെ പറഞ്ഞാലും ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ഈ സാധനങ്ങളിൽ റിഫൈൻഡ് ഓയിൽസും റിഫൈൻഡ് ഷുഗറും അതുപോലെ തന്നെ റിഫൈൻഡ് ഫ്ലോറും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ വയറ്റിനൊരു ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ കാലക്രമേണ ഇതൊരു പ്രശ്നമായിട്ട് മാറാം.
അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ഓൾറെഡി ഒരു ക്യാൻസർ ഫൈറ്റിങ്ങിൻ്റെ മോഡിൽ നിൽക്കുന്ന സമയത്ത് ഇതൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട് മാറാം. അതുപോലെ തന്നെ രാവിലെ തന്നെ കുടിക്കുന്ന ഈ ചായ, അതിനകത്തെ തേയില, അതിൽ വന്ന മായം, അത് ഒരു മോർണിംഗ് ഫസ്റ്റ് ഫുഡ് ആയതുകൊണ്ട് ഡയറക്റ്റ് ഒരു ട്രിഗർ ഫാക്ടറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി ചെയ്തു വരുന്ന ഒരു മിസ്റ്റേക്ക്, കാലാകാലങ്ങളായിട്ട് ചില വീടുകളിൽ ഒരുപാട് ഏറെ മുളക് പൊടിയും ഓയിലും ഉപയോഗിച്ച് കുക്ക് ചെയ്യാറുണ്ട്. അത് അവർ അങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓയിലും സ്പൈസസും സ്പൈസി ആയിട്ടുള്ള ഒരു എരിവും ഒക്കെ ഉള്ളിൽ ചെല്ലുമ്പോൾ അത് കുടലിൻ്റെ സംബന്ധമായിട്ടുള്ള ആരോഗ്യത്തിന് കോട്ടം വരുത്തും. അപ്പോൾ നല്ല ബാക്ടീരിയാസിന് കുറവ് വരാം. നല്ല ബാക്ടീരിയാസിൻ്റെ അഭാവത്തിൽ ഒരു ബാഡ് ആയിട്ടുള്ള മോശമായിട്ടുള്ള ബാക്ടീരിയാസ് ഒരുപാട് ഏറെ വളർന്നു വരാം. അങ്ങനെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം. അത് ഒരു ട്രിഗറായിട്ട് മാറാം. അങ്ങനെ കുടലിൻ്റെ ഹെൽത്ത് നശിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുക. ഉറപ്പായിട്ടും കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട്, റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ ഡിസ്ബയോസിസിന് കാരണമാകും. നല്ല ബാക്ടീരിയാസിന് ഫുഡ് ഉണ്ടാവില്ല, എന്നാൽ മോശം ബാക്ടീരിയാസ് പെട്ടെന്ന് വളർന്നു കൂടുകയും ചെയ്യും. അങ്ങനെ ഡിസ്ബയോസിസ് ഉണ്ടായി നല്ല ഒരു ആരോഗ്യം ഉണ്ടാവാതെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് അത് ക്യാൻസർ സെൽസിനെ ആക്റ്റീവ് ആക്കാനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ശരീരത്തിൽ pH കൂടുന്ന രീതിയിലുള്ള ഭക്ഷണ രീതി, അതായത് ആഡഡ് ഷുഗർ, ഈ എയറേറ്റഡ് ഡ്രിങ്ക്സ്, അതെല്ലാം കൂടുതലായിട്ട് കുടിക്കുകയാണെങ്കിൽ ശരീരത്തിൽ pH ലെവൽ കൂടുകയും ഇത് ക്യാൻസർ സെൽസിനെ, ഓങ്കോ സെൽസിനെ ആക്റ്റീവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ക്യാൻസറിൻ്റെ ചാൻസ് ഉള്ളത് അതിന് ഡബിളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് റിഫൈൻഡ് ഓയിൽസ് ആണ്. പാം ഓയിൽസ്, സൺഫ്ലവർ ഓയിൽസ്, ഇത്തരത്തിൽ റിഫൈനായിട്ട് വരുന്ന ഓയിൽസ്, അതിനകത്ത് omega-6 ഫാറ്റി ആസിഡാണ്. എത്രയും പെട്ടെന്ന് ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന omega-6 ഫാറ്റി ആസിഡ്സ് ശരീരത്തിലേക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നു. അതുവഴി ഇമ്മ്യൂണിറ്റി കുറയുന്നു. ഇൻഫ്ലമേഷൻ തന്നെ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, സെൽ ഗ്രോത്ത് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, ട്രിഗർ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ലാക്ക് ഓഫ് എക്സസൈസും അതുപോലെ തന്നെ ലാക്ക് ഓഫ് സ്ലീപ്പും സ്ട്രെസ്സ് കൂടുതൽ എടുക്കുന്നതും ഇതിനകത്തൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവോയ്ഡ് ചെയ്യാനാണ്. ഡോണ്ട് ഡൂസ്, ഇതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ 8 കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തു. ആ ലക്ഷണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. ഇനിയിപ്പോൾ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ ഇത് കുറവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്, കുട്ടികളുള്ള വീടാണെങ്കിൽ പനി വരുന്നത് കാര്യമാക്കരുത് എന്നൊക്കെ. അപ്പോൾ അതൊന്നുമല്ല, റീസൺ ഇല്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു. എന്തെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, അത് വലിയ രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഇല്ലെങ്കിലും നിങ്ങൾക്ക് അടിക്കടി അങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി പേടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്തി ലൈഫിന് വേണ്ടിയിട്ട് ഈ ഒരു ഡയറ്റും ഈ ഒരു ജീവിതശൈലിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഓഫ്ലൈൻ കൺസൾട്ടേഷനും ഇൻ പേഷ്യൻ്റ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.